ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ വിതരണം നിലച്ചതോടെ സർക്കാർ ആശുപത്രികളിൽ ഹൃദയ ശസ്ത്രക്രിയ പ്രതിസന്ധിയിലേക്ക്. ഇന്നു മുതൽ വിതരണം നിർത്തിവെക്കുമെന്ന് വിതരണക്കാർ അറിയിച്ചതോടെ സർക്കാരിന് കീഴിലെ 21 ആരോഗ്യ കേന്ദ്രങ്ങളിലെ ശസ്ത്രക്രിയയ്ക്ക് തിരിച്ചടിയാകും. നിലവിൽ 158 കോടിയോളം രൂപയാണ് വിതരണക്കാർക്ക് സർക്കാർ നൽകാനുള്ളത്. സർക്കാർ ഉറപ്പ് പാഴ്വാക്കായി എന്ന് വിതരണക്കാരുടെ സംഘടന ആരോപിച്ചു. ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 160 കോടി രൂപ കേരളത്തിലെ 21 ഗവൺമെൻറ് കാത്ത് ലാബിൽ പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് അറിയിച്ചിരുന്നു. അപ്പം ഓഗസ്റ്റ് മാസം നമുക്ക് പേയ്മെൻറ്റ് ക്ലിയർ ചെയ്യുമെന്നായിരുന്നു നമുക്ക് കിട്ടിയ ഉറപ്പ്. അപ്പം ഓഗസ്റ്റ് 30 വരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ സ്ട്രൈക്കിലേക്ക് പോകാതിരിക്കാൻ വേറെ ഓപ്ഷനില്ല. കാരണം നമുക്ക് സ്റ്റോക്കുകളില്ല. കാരണം നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കാത്തതുകൊണ്ട് പാരൻറ്റ് കമ്പനി നമുക്ക് സ്റ്റോക്ക് തരുന്നില്ല. അങ്ങനെ പല സ്ഥലത്തും കറക്റ്റായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല. കേരളത്തിൽ 21 ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ കാത്ത് ലാബ്സിൽ നമ്മൾ സ്റ്റോക്ക് റീപ്ലേസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്ന് മുതൽ സ്റ്റെൻഡ്, ബലൂണ്, ഗൈഡിങ് കത്തീഡ്, ഗൈഡ് വയർസും എല്ലാം നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. സമീർ സെ മുഹമ്മദാണ് വിശദാംശങ്ങളുമായി സൂപ്പർ ഫോറിൽ. സമീർ, ഇത് വളരെ പ്രതിസന്ധിയാകാൻ പോകുന്ന സാധാരണക്കാരായ രോഗികൾക്കാണ്. ശസ്ത്രക്രിയകൾ നിലയ്ക്കുക എന്ന് പറയുമ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു ഗൗരവതരമായ വിഷയമാണ്. ഇതിലെന്താണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം? എന്തെങ്കിലും ഉണ്ടോ? ഇതിനോടകം തന്നെ ഇത് ബാധിച്ചു കഴിയുന്ന നമുക്ക് വിവരങ്ങൾ വരുന്നുണ്ടോ സമീർ? അനുജ, കുടിശ്ശിക നൽകാതെ ഈ ഉപകരണങ്ങളുടെ വിതരണവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഈ വിതരണക്കാർ തന്നെ നേരത്തെ സർക്കാരിനെ അറിയിച്ചിരുന്നതാണ്. അതിനൊടുവിലാണ് ഈ മാസം 31-നകം ഓഗസ്റ്റ് 31-നകം എല്ലാ കുടിശ്ശികയും തീർക്കുമെന്ന് ഉറപ്പ് നൽകിയത്. എന്നാൽ അത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ മരുന്ന് വിതരണം നിർത്തിവെച്ചിരിക്കുന്നത്. ആൻജിയോഗ്രാമും അതുപോലെ തന്നെ ആൻജിയോപ്ലാസ്റ്റിയും ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളുടെ വിതരണമാണ് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നത്. നിലവിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഏതാനും ആശുപത്രികളിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ മുടങ്ങിയിട്ടില്ല. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ ഇത്തരത്തിൽ ഹൃദയ ശസ്ത്രക്രിയ മുടങ്ങും എന്നതിൽ സംശയമില്ല. വലിയ തുകയാണ് ഇവർക്ക് നൽകാനുള്ളത്. 160 കോടിയോളം രൂപ സർക്കാർ നൽകാനുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇവർ ഈ ഈ ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും അങ്ങനെ ഇപ്പോൾ ഈ വിതരണം നിർത്തിവെക്കേണ്ട ഒരു ഗതികേടിലേക്ക് അവർ എത്തുകയും ചെയ്തിരിക്കുന്നത്. സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നൽകും എന്ന് പറയുന്നതല്ലാതെ എപ്പോൾ നൽകും എന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തമായ ഒരു മറുപടി ഇപ്പോഴും നൽകുന്നില്ല. അവർ നൽകിയ ഉറപ്പുകളെല്ലാം പാഴായിരിക്കുന്നു. അത് ഇന്നലെയായിരുന്നു അതിൻ്റെ അവസാന ദിവസം. എന്നാൽ അതിലെ ആ പണമൊന്നും ഇതുവരെയും ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സർക്കാരിൻ്റെ ഉടമസ്ഥയുള്ള 21 ആശുപത്രികളിലാണ് ഹൃദയ ശസ്ത്രക്രിയ സൗജന്യമായി നടന്നു വരുന്നത്. പാവപ്പെട്ട രോഗികൾക്ക് ഏറെ ആശ്വാസകമാവുന്ന ഒരു പദ്ധതി. അവിടെയാണ് ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഈ ഒരു വീഴ്ച കാരണം ഇനി അത് മുടങ്ങാൻ പോകുന്നത്. വലിയ പ്രതിസന്ധി. സ്വകാര്യ ആശുപത്രികൾക്ക് വലിയ രീതിയിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ. നമുക്കറിയാം, ഹൃദയ ശസ്ത്രക്രിയക്കൊക്കെ ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ സ്വകാര്യ ആശുപത്രിയും വാങ്ങുന്നത്. അവിടെയാണ് സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതും സൗജന്യമായിട്ടുള്ള സൗജന്യവും അതുപോലെ തന്നെ സുരക്ഷിതമായിട്ടുള്ള ചികിത്സാ സൗകര്യം ഉറപ്പാക്കുകയും ചെയ്യേണ്ടത്. എന്നാൽ അതിൽ നിന്ന് സർക്കാരിന് ഒരു വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ വിതരണക്കാർ ഈ ഉൽപ്പന്നങ്ങളുടെ വിതരണം നിർത്തിവെച്ചിരിക്കുന്നത്. ഉപകരണങ്ങൾ ഇനി പണം ലഭ്യമായ ശേഷം മാത്രമേ വിതരണമായിട്ട് മുന്നോട്ട് പോകുകയുള്ളൂ എന്നവർ പറയുന്നത്. അതിനവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പല ഇടങ്ങളിലും അവർ തന്നെ ഒരു സമയത്തിൻ്റെ ഒരു പറഞ്ഞുകൊണ്ട് അടുത്ത മാസം അല്ലെങ്കിൽ അതിനടുത്ത മാസം ഒക്കെ ആയിട്ട് പണം നൽകാമെന്നുള്ള ഉറപ്പിലാണ് അവർ ഈ ഉൽപ്പന്നങ്ങളെല്ലാം വാങ്ങിക്കൊണ്ടിരിക്കുന്നതും കേരളത്തിലെ വിവിധ ആശുപത്രികളിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നതും. പക്ഷേ അവരിപ്പോൾ പറഞ്ഞ ആ സമയമൊക്കെ അവർ എടുക്കുന്ന ഈ കമ്പനികളിൽ നിന്ന് ഉപകരണങ്ങൾ വാങ്ങുന്ന കമ്പനികളോടും അവർക്ക് ഇനി മറുപടി പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്ന് വിതരണക്കാർ പറയുന്നുണ്ട്. എന്തായാലും സർക്കാരിൻ്റെ ഒരു ഇടപെടൽ വിഷയത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. രോഗികൾ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന സാഹചര്യം തന്നെയാണ്. ഇതിലിപ്പോൾ ഈ വിഷയത്തിൽ ഒരു മറുപടി പറയേണ്ടുന്ന സമയമാണല്ലോ. ആ സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തെങ്കിലും ഒരു നിലപാടുണ്ടോ ഈ വിഷയത്തിൽ സർക്കാരിന്? തീർച്ചയായും ആ വിഷയത്തിൽ ഒരു കൃത്യമായ മറുപടി പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിൽ നൽകിയ ഒരു വിവരമായിരുന്നു കഴിഞ്ഞ മാസം 31-നകം എല്ലാ കുടിശ്ശികയും തന്നു തീർക്കുമെന്നുള്ളത്. ആരോഗ്യമന്ത്രി തന്നെ അത്തരം ഒരു ഉറപ്പ് നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഓഗസ്റ്റ് 31 വരെയും ഓഗസ്റ്റ് 30 വരെയും അവർ ഈ വിതരണവുമായിട്ട് മുന്നോട്ട് പോയത്. പക്ഷേ 31-ാം തീയതിയായിട്ടും അവരുടെ അക്കൗണ്ടുകളിൽ പണം വന്നിട്ടില്ല. അവർ തന്നെ പലയിടങ്ങളിലും ഈ കമ്പനികളോട് ചില സമയങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്നൊക്കെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷേ അവിടെ ഇനി അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പണം നൽകാതെ ആ കമ്പനികളും ഈ വിതരണക്കാർക്ക് ഉപകരണങ്ങൾ നൽകില്ല എന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അവർ ഈ വിതരണം നിർത്തിവെച്ചിരിക്കുന്നത്. സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകും എന്ന പ്രതീക്ഷയോടു കൂടെയാണ് ഈ വിൽപ്പനക്കാർ കാത്തിരിക്കുന്നത്. മാത്രമല്ല, ഈ വിതരണക്കാരുടെ ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടായിട്ടില്ല എങ്കിൽ ആശുപത്രികളിലെ പ്രവർത്തനങ്ങൾ അത് സാരമായി തന്നെ ബാധിക്കും. ഹൃദയ ശസ്ത്രക്രിയകളെയാണ് പ്രധാനമായും ബാധിച്ചിട്ടുള്ളത്. സർക്കാർ ആശുപത്രികളിലാണ് വലിയ പ്രതിസന്ധിയുള്ളത്. ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന അവർക്ക് 158 കോടിയോളം രൂപ സർക്കാർ നൽകാനുണ്ട് എന്നതാണ്. ഓഗസ്റ്റ് 31-നുള്ളിൽ അത് നൽകി തീർക്കും എന്നുള്ളതായിരുന്നു മന്ത്രിയുടെ ഉറപ്പ്. പക്ഷേ അത് പാലിക്കപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ
ഇനിയും ഉപകരണങ്ങൾ നൽകാൻ കഴിയില്ല എന്ന നിലപാട് കമ്പനി സ്വീകരിക്കുമ്പോൾ വിതരണക്കാരും ആ വിഷയത്തിൽ പ്രതിഷേധത്തിൽ തന്നെയാണ്. എന്താണ് സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ, എങ്ങനെ ഉണ്ടാകും എന്നതാണ് നമ്മൾ ഇനി അറിയാൻ കാത്തിരിക്കുന്നത്. അതിനിടെ ആരോഗ്യമന്ത്രിയുടെ ഒരു പരാമർശം ഇപ്പോൾ വരുന്നത് മാധ്യമങ്ങൾ കേരളത്തിലെ ആരോഗ്യ മേഖല രോഗശൈലിയിലാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നതാണ്. മാധ്യമങ്ങൾക്ക് വിമർശനമാണ് മന്ത്രി നൽകുന്നത്.